രണ്ടാഴ്ച കൊണ്ട് ഇടപെടും എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപ് അണ്ണൻ 2 ദിവസം കൊണ്ട് തന്നെ ഇടപെട്ട് ഇറാനെ ചാമ്പലാക്കി എന്നാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ട ന്യൂസ്. പിന്നെ ട്രംപാണ്, അമേരിക്കയാണ്, അതുകൊണ്ട് പറഞ്ഞ വാക്കിന് പ്രത്യേകിച്ച് വില ഒന്നും കൊടുക്കാറുമില്ല. ട്രംപ് ആയതുകൊണ്ട് സ്പെഷ്യലി എവിടെയും നിൽക്കാത്ത ഒരു ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ട്രംപിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വന്തം താൻ പറയുന്ന വാക്കിന് പോലും തനിക്ക് പോലും വിലയില്ലാത്ത ഒരു പ്രസിഡന്റ്, അമേരിക്കയുടെ ഏറ്റവും റേറ്റിംഗ് താന്നിട്ടുള്ള ഒരു പ്രസിഡന്റ് തന്നെയാണ് ട്രംപ്. അപ്പം ട്രംപ് 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ തീരുമാനം അറിയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇറാൻ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്നലെ നടന്ന കക്ഷി ചർച്ചയിൽ വരെ ഇറാന്റെ പ്രതിനിധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തലക്ക് വിവരമില്ലാത്ത ആളാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപ് പറയുന്ന ഒരു കാര്യങ്ങളും അവർ വിലക്കെടുക്കാറില്ല, മുഖവിലക്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസും അല്ലെങ്കിൽ ന്യൂക്ലിയർ യുറേനിയം വരെ ഈ പറഞ്ഞ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി എന്നുള്ള വാർത്തയാണ് ഇപ്പം പറയുന്നത്. ഇനി അതല്ല, ശരിക്കും അവിടെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ആറ്റം ബോംബുകൾ അല്ലെങ്കിൽ വല്ല സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ഈ ഒരു ന്യൂക്ലിയർ വികിരണം ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ട്. ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അത് പുറത്തോട്ട് വന്ന് ആളുകൾക്ക് എഫക്ട് ചെയ്ത് തുടങ്ങുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, അവിടെ നിന്ന് മാറ്റേണ്ടതൊക്കെ അവർ നേരത്തെ മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ എന്തൊക്കെ എന്താ പറയുക, ബങ്കർ ബ്ലസ്റ്റേഴ്സ് ബോംബുകൾ വിട്ടാലും അല്ല അമേരിക്ക അവിടെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ഇറാനെ എഫക്ട് ചെയ്യില്ല എന്നാ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന പുറത്തുനിന്ന്, ലോകത്തിന്റെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ ഇന്ന് രാവിലത്തെ വാർത്തകളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാണുന്ന വാർത്ത, ഇറാൻ ശക്തമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടെലവീവിലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലോട്ടും നൂറുകണക്കിന് മിസൈലുകളാണ് ഇപ്പം ഇറാൻ തൊടുത്തു വിട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഇസ്രായേലിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സൈറം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ ഇറാന്റെ ബോംബുകൾ അല്ലെങ്കിൽ മിസൈൽസ് വന്ന് വീകുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി ഇതാണിപ്പം പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ 2 സ്ഥലങ്ങളിലും. ഇതല്ലാണ്ട് ഇനി ഇതിലോട്ട് വരാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഇറാൻ ഹൂത്തികളോടും അല്ലെങ്കിൽ ഹിസ്ബുള്ളയോടും പറഞ്ഞു കഴിഞ്ഞു യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ. നമ്മൾ ആലോചിക്കും, ഓൾറെഡി ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഹമാസിന്റെ പേരിൽ എന്താ പറയുക, ഇറാൻ അല്ല ഇസ്രായേൽ അടിച്ചിട്ട് കഴിഞ്ഞതല്ല, ഇനി അവർക്ക് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവരെ എത്ര അടിച്ചിട്ട് കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോഴും അവർക്ക് ചെറിയൊരു ഫോഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. നേരിട്ട് അമേരിക്കനെ പോയിട്ട് ആക്രമിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് പേരിനാണെങ്കിലും ഒരു ഓലപ്പടക്കെങ്കിലും നമ്മുടെ ഇറാനിലെ കൊണ്ടിട്ട് പേടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. സ്പെഷ്യലി ഹൂത്തികളാണെങ്കിൽ ചെങ്കടലിലൂടെ വരുന്ന ഏത് കപ്പലുകൾ അവർ ആക്രമിക്കും. ചെറുതോ വലുതോ ഒന്നും അവർക്കില്ല. അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്രമിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് നീക്കം, ഇറാനിലൂടെയുള്ള ചരക്ക് നീക്കം, ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം, പ്രത്യേകിച്ച് അമേരിക്കൻ ഇസ്രായേലി കപ്പലുകളിൽ അങ്ങോട്ട് വരുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇവർ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന മറ്റൊരു വിഷയം. പിന്നെ ഇറാനിൽ വരുന്ന ഏറ്റവും കൂടുതൽ എണ്ണ വരുന്ന സ്ഥലം ഒന്ന് ഇറാനാണ്. ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് കടലിടുക്കുകൾ അവർ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അതിലൂടെ ഉള്ള എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും, കപ്പൽ മാർഗത്തിൽ നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും അവർ അടയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചേരാൻ പോകുന്ന എഫക്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ പല സാധനങ്ങളുടെയും വിലയാണ് കൂടാൻ പോകുന്നത്. പെട്രോളിന്റെ മാത്രമല്ല, പെട്രോളിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പെട്രോൾ വെച്ചിട്ട് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൂടെ വരുന്ന എന്തൊരു ഐറ്റം നിങ്ങൾ എടുത്തോ ഇതിൻ്റെ ഒക്കെ വില കൂടും. ഈ യുദ്ധം ഇതേ അവസ്ഥയിൽ പോവാണ്. അമേരിക്ക വീണ്ടും അവിടെ പോലുള്ള തിരിച്ചടി അടിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്നത്, നമ്മൾ എവിടെ ഇരിക്കുന്നത് ഇവിടെ വരെ അത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സത്യാവസ്ഥ. ഇനി അതൊക്കെ മാറ്റി അങ്ങോട്ട് നിർത്ത്. നെക്സ്റ്റ് ലെവലിലോട്ടാണ് ഈ യുദ്ധം പോകുന്നതെങ്കിൽ ഇപ്പം ഇറാൻ, അതായത് കനത്ത തിരിച്ചടി ഇറാൻ സ്റ്റാർട്ട് ചെയ്തു, അത് ഇസ്രായേലിലാണ്. പക്ഷേ ഇനിയും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നോ അമേരിക്കന്റെ സൈഡിൽ നിന്നോ മറ്റ് എഫക്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇറാൻ ചെയ്യാൻ പോകുന്ന അമേരിക്കയുടെ യുദ്ധ ബേസുകൾ അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളുണ്ട്. ഇറാന്റെ ചുറ്റിലും നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും അമേരിക്കയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ആസനം താങ്ങി നടക്കുന്ന ഏതൊരു രാജ്യത്തിന്റെ സ്ഥലങ്ങളിലും അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുണ്ട്. ഓൾമോസ്റ്റ് 400ഓളം മിലിറ്ററി ബേസുകൾ. ഇറാന്റെ കയ്യിലുള്ള മിസൈൽ വെച്ചിട്ട് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ ഓരോ മിസൈൽസ് വെച്ച് വിട്ട് കഴിഞ്ഞ് അമേരിക്കനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അതിന് ചുറ്റിപ്പറ്റ രാജ്യങ്ങൾക്കാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. തിരിച്ച് ചിലപ്പോൾ അമേരിക്ക ഇറാനെ ചാമ്പലാക്കുമായിരിക്കും. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ലോകത്തിൽ മൊത്തത്തിൽ അത് എഫക്ട് ചെയ്യാൻ പോവാണ്. ഈ എത്രത്തോളം അത് ബാക്കിയുള്ള രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലോട്ടും മോശമായിട്ട് ഭവിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. കാരണം മിഡിൽ ഈസ്റ്റിലെ മലയാളികൾ, മറ്റ് സ്ഥലങ്ങളിലെ മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ആ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും എഫക്ട് ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ പ്രവാസികളെ മൊത്തം അത് എഫക്ട് ചെയ്യും. പ്രവാസികൾ നമ്മുടെ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിനിമയം, നമ്മുടെ എന്താ പറയുക ക്യാപിറ്റൽ, നമ്മുടെ പൈസ, നമുക്ക് വരുന്ന സമ്പത്ത്, എല്ലായിടത്തും ഇത് എഫക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് എഫക്ട് ചെയ്യും. മറ്റ് ഭരണപരമായിട്ട് എത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ മറ്റ് പല രീതിയിലും ഇത് വളരെ മോശമായിട്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എടുത്തോട്ടും എത്തുന്നത്.
ഇനി അതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെ റഷ്യയുടെ സൈഡിൽ നിന്നോ ചൈനയുടെ സൈഡിൽ നിന്നോ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അവർ ഈ ഒരു ആക്രമണത്തിനെ അവർ എങ്ങനെ നേരിടും അല്ലെങ്കിൽ അവർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ഏതാണ് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഇനി അവരും കൂടെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് അത് സൈനികപരമായിട്ടും മറ്റ് ഏത് രീതിയിലും ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലോട്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്ക് പറയാൻ വളരെ ഈസിയാണ്. ആ രീതിയിലോട്ടെങ്ങാനും ഈ രാജ്യങ്ങൾ സഖ്യരാജ്യങ്ങളായിട്ട് ഇറാൻ്റെ കൂടെ അമേരിക്കയും ഇറാൻ്റെ കൂടെ ചൈനയും അതുപോലെ തന്നെ റഷ്യയും കൂടുകയാണ്, ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയും കൂടെ കൂടി ബ്രിട്ടനും കൂടെ കൂടിയിട്ടാണ് യുദ്ധം പോകുന്നതെങ്കിൽ 1941 ഇപ്പം നമ്മൾ 2025 അതായത് 84 ഇയേഴ്സ് മുമ്പ് ഇതേ സമയത്ത് എന്ത് നടന്നോ അതിൻ്റെ 3ാമത്തെ വേർഷൻ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ അന്നത്തെ 2 കലണ്ടേഴ്സ് എടുത്ത് നോക്കണം. ഞാൻ ഇന്നലെ ഒരാൾ ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. അന്നത്തെയും ഇന്നത്തെയും കലണ്ടർ ഒരു ഡേറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാണ്ട് അതുപോലെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കലണ്ടർ ഡേയ്സാണ് വരുന്നത്. അതേ നോക്കിക്കഴിഞ്ഞാൽ അതേ ഇയറിൽ ജൂണിൽ ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തതും ഒന്നിൻ്റെ ബാക്കി പത്രമാണെന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ വരാണ്ടിരിക്കട്ടെ. യുദ്ധം ഒരു കാലത്തും ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും ഒരു ലോകത്തിനും നല്ലത് ചെയ്തിട്ടില്ല, ചീത്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ആ രീതിയിലുള്ള യുദ്ധം ആവാണ്ടിരിക്കട്ടെ. അമേരിക്കയും ഇസ്രായേലും ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, അതുപോലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ വിപത്തുണ്ടാക്കുന്ന 2 രാജ്യങ്ങളും 2 രാജ്യ തലവന്മാരുമാണ് ഇപ്പം അവിടെ ഉള്ളത്. അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഏതറ്റം വരെ പോകുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മറ്റ് എല്ലാവർക്കും എത്രത്തോളം ഈ യുദ്ധം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും, നമ്മൾ അനുഭവിക്കേണ്ടി വരും.